അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ പൊട്ടിയിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നവരോട് അല്ലേ ജസ്റ്റിക്ക് എന്താ പറയാനുള്ളത്? നാറ്റിക്കാതെ കുട്ടി ഇല്ലാതെ ഇറങ്ങാനും പറ്റുവിടാ. അഭിമാനം ഉണ്ടോ? തന്റെ കുട്ടി ഇല്ലാതെ ഇറങ്ങാനും. പക്ഷെ ഫാക്ട് അതൊന്നും. പക്ഷെ സത്യം എന്നാന്ന് ചോദിച്ചാൽ ജസ്റ്റിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണമായിരുന്നേ. അപ്പം ഞങ്ങളോട് പറഞ്ഞു ചുമ്മാ വീട്ടിലിരിക്കുമല്ലേ, നിങ്ങൾ എന്നാൽ അൽവാദ മോളിൽ കൂടെ വല്ലതും പൊക്കോ, ഞാൻ നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അതുകൊണ്ട് എനിക്ക് ഒരുങ്ങാൻ സമയം കിട്ടിയില്ല. നമ്മളാണെങ്കിൽ പുറത്തോട്ട് പോകാനുള്ള ഒരു ചാൻസും നമ്മൾ മിസ്സാക്കുകയല്ലോ. അങ്ങനെ ചാടിയതാ കേട്ടോ ഞാനും ചേടും കൂടെ. അങ്ങനെ ജസ്റ്റ് ഞങ്ങളെ അൽവാദ മോളിലവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഓഫീസിലോട്ടും പോയി കേട്ടോ. സത്യം പറഞ്ഞ ജസ്റ്റിക്ക് വല്ല ആവശ്യമുണ്ട് അല്ലേ? മര്യാദയ്ക്ക് ഓഫീസിൽ പോയാൽ പോരെ, വീട്ടിൽ വെറുതെ ഇരുന്ന് രണ്ട് വയ്യാവേലികളെ ഷോപ്പിംഗ് മോളിൽ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവം എന്താ അല്ലേ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് മോളിൽ കൂടെ പോകണമെന്നൊന്നും അല്ലായിരുന്നേ. ഇവിടെ നല്ല മഴയല്ലേ, ഈ മഴയത്ത് ചുമ്മാ പുറത്തൂടെ ഒന്ന് തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി പോസിറ്റീവ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ചേർന്ന് കയറി കൊടുത്തത് ഏത് ഷോപ്പിംഗ് മോളിലാണ്? എൻ്റെ സ്വന്തം അൽവാദ മോളിൽ. അപ്പം തന്നെ പോസിറ്റീവ് വൈബായി, അതിൻ്റെ കൂടെ ഈ ക്ലൈമറ്റും കൂടെ. അങ്ങനെ അൽവാദയിൽ കയറി ഉടനെ തന്നെ ജേഡിനെ ഞാനൊരു കോഫി ഷോപ്പിൽ കയറി ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ അമ്മ ഇപ്പം പോയി പെട്ടെന്നൊന്ന് ഒരുങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയി എൻ്റെ മേക്കപ്പ് ആദ്യ സാധനങ്ങളൊക്കെ ഞാൻ കൂടെ കൂട്ടിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എന്നോട് റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാത്രമേ ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്നൊന്ന് ടച്ചപ്പൊക്കെ ചെയ്തു. അല്ലേ പിന്നെ നമ്മളൊരു വഴിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇച്ചിരി മേനയൊക്കെ വേണ്ടായോ അല്ലേ? വീട്ടിലുള്ള കോലത്തിൽ എങ്ങനെയാണ് പോകുന്നത്? ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ടച്ചപ്പ് കേട്ടോ. എങ്ങനെയുണ്ട്? നിങ്ങൾ അഭിപ്രായം പറയണേ. കുഴപ്പമില്ലല്ലോ, വലിയ മോശം പറയാൻ പറ്റത്തില്ലല്ലേ? പെട്ടെന്ന് ഒരുങ്ങിയോണ്ടേ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ പിന്നെ പെട്ടെന്ന് നമ്മുടെ ജേഡിക്കുട്ടിൻ്റെ അടുത്തോട്ട് ചെന്നേ. അവനാണെങ്കിൽ പാവമുണ്ട് കേട്ടോ, തന്നെ ഇരുന്ന് ബോറടിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ പരാതിയൊന്നും പുള്ളിയും പറയത്തില്ല. ആദ്യം ഞങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറിയേ. കുറച്ച് ഗോൾഡ് എടുക്കാനാണെന്നൊന്നും വിചാരിക്കണ്ട, നമ്മൾ തന്നെ വിൻഡോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് എവിടെ വേണേലും വായി നോക്കി നടക്കാമല്ലോ അല്ലേ? ഞാൻ കുറച്ച് പെൻഡൻറ്റും ചെയിനും ഒക്കെ നോക്കിയതാണ് കേട്ടോ, പക്ഷെ ഒന്നും എടുത്തൊന്നും ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ തന്നെ വായി നോക്കി നടക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ നോക്കാൻ വലിയ ഇഷ്ടമാണെന്നേ. അതെല്ലാ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലേ? പിന്നെ ഞാൻ ജേഡിക്കുട്ടിനെ അങ്ങോട്ട് കുറേ നേരം അതുവഴി എല്ലാം കറങ്ങിയിട്ട് അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് കോൾഡ് സ്റ്റോൺ ഐസ്ക്രീം വേണമെന്ന്. അങ്ങനെ കോൾഡ് സ്റ്റോണിൽ കയറിയേ. കൊച്ചൊരാഗ്രഹം പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത് തന്നെയല്ല, പാവം കൊച്ച് അവനായതുകൊണ്ടാണ് കേട്ടോ എന്നോട് ഇങ്ങനത്തെ ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ട് എല്ലാ കടയിലും കയറും. സാധാരണ പിള്ളേരുടെ പോലെ പരാതി പറച്ചിലോ ഞാൻ വരത്തില്ലെന്നുള്ള പറച്ചിലോ ഒന്നും പുള്ളിക്കില്ല കേട്ടോ. അങ്ങനെ ഞാനും ചെടിയോടെ കയറിയൊരു ഷോപ്പിൽ ഇങ്ങനെ ഒരു പൗച്ച് കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നേ. നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ വെക്കാനോ അല്ലെ മേക്കപ്പ് സാധനമൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വെക്കാൻ കൊള്ളത്തില്ലേ? പക്ഷെ അതിൻ്റെ വില, ആ ഒരു കുഞ്ഞു പൗച്ചിന് 75 ദിർഹംസ് ആണേ. അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് ആ പൗച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ചില സാധനങ്ങൾ അങ്ങനെ അല്ലേ, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പിടിക്കും, നമുക്ക് എടുക്കാൻ തോന്നുന്നേ. പക്ഷെ ഞാനത് എടുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നെയിൽ പോളിഷൊക്കെ നോക്കിയേ. ഇതെനിക്കൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈടെ എൽസുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൽസുവിന് എന്തെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കൊസ്രാക്കുള്ള സാധനങ്ങൾ നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സില്ലേ, ഇങ്ങനെ ഈ ഡോട്ടുള്ള, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഏത് കളറിൽ ഡോട്ട് വരുന്നാലും ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കി പിന്നെ ഞങ്ങൾ പോയി കയറി കൊടുത്തത് സിംഹത്തിൻ്റെ പുലിമടയിൽ നിന്ന് പറഞ്ഞ പോലെ കിക്കോ മിലാനിലാണ്. എനിക്ക് ഇമാതിരി കടകൾ കണ്ട പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടുമോ? അങ്ങനെ ലിപ്സ്റ്റിക്ക് നോക്കി, ഐലൈനർ നോക്കി, ലിപ് ലൈനർ നോക്കി, എന്ന് വേണ്ട അവിടെ ഉള്ള സകലമാന ലിപ്സ്റ്റിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടിയിട്ട് പോയതൊന്നും അല്ല. ഞാൻ എൽസുവിന് എന്തെങ്കിലുമൊക്കെ എടുക്കണം, എൽസുവിനൊരു ലിപ്സ്റ്റിക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അവിടുത്തെ ലിപ്സ്റ്റിക് കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ എടുക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ ഇന്നർ മനസ്സ് എന്നോട് പറഞ്ഞു, എന്തിന് എൽസുവിന് മാത്രമാക്കണം, നീയും എടുത്തോന്നേ. അങ്ങനെ ഞാൻ എനിക്കും എടുത്തു കേട്ടോ. അല്ല പിന്നെ നമ്മുടെ മനസ്സിന് വിഷമമാകുകയല്ലേ അല്ലേ? അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കയറി ബോഡി ഷോപ്പ് അല്ല കേട്ടോ, ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ. അവിടെയും കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഒരു ഒറ്റ ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെറുക്കി കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെയും പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബോഡി ക്രീമാണ് ബാത്ത് ആൻഡ് ബോഡി വർക്സിലെ ജാപ്പനീസ് ചെറി ബ്ലോസം ഇല്ലേ, അതിൻ്റെ ബോഡി ലോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അങ്ങനെ അവിടുന്ന് എന്തൊക്കെയോ കൊസറാക്കുള്ളി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടുത്ത ഷോപ്പ് ലക്ഷ്യം വെച്ച് ഞാനും ചെയ്ത് നടന്നു. ഈ സമയം കൊണ്ട് തന്നെ ഞങ്ങളുടെ കുറച്ച് കവറൊക്കെ ആയി കേട്ടോ.
അങ്ങനെ പിന്നെ അടുത്തത് ഏത് ഷോപ്പിലാണ് പോയത്, യുഎസ് പോളോയിലൊക്കെ പോയി. അത് എൽസുവിനൊന്നുമല്ല. ഞാൻ ഓർത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ വിൻഡോ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോഴാണ് എന്തെങ്കിലും നല്ല സാധനങ്ങൾ കാണുമ്പോൾ എടുക്കുന്നത് കേട്ടോ. അതല്ലാതെ ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പോയി വാങ്ങിക്കാറില്ല. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നല്ല പ്രൊമോഷനിൽ കണ്ട നല്ലത് ഇഷ്ടപ്പെട്ട അങ്ങ് എടുക്കുന്നു, അങ്ങനെ മാത്രം. അങ്ങനെ കുറേ ഷോപ്പിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം മടുക്കാറായപ്പോൾ നമ്മുടെ കാല് കഴിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്റ്റാർബക്സിൽ കയറിയേ. ഞാൻ എല്ലാ ഷോപ്സിലും കയറുന്നൊന്നും നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ തന്നെ വെറുത്തു പോകും. അങ്ങനെ ഞാനും ചേടും കുറേ നേരം അവിടെ കോഫി ഷോപ്പിലൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് കേട്ടോ. നമ്മുടെ ലക്ഷ്യം സമയം പോവുകയും വേണം, കാരണം ജസ്റ്റ് തിരിച്ചു വരുമ്പോഴേ ഞങ്ങളോട് വീട്ടിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. വീട്ടിൽ വന്നാൽ മതി എന്നല്ല, ജസ്റ്റ് നമ്മളെ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സമയം എങ്ങനെയെങ്കിലും പോകണ്ടേ. കുറേ നടന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കാലും എടുക്കുന്നത് തന്നെയല്ല. ഞാൻ ഷൂ ഒന്നും അല്ല ഇട്ടിരുന്നത്, മഴ ആയതുകൊണ്ടേ സാധാരണ ഒരു കാഷ്വൽ വെയർ ആയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നടക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കാലിന് വേനെടുക്കും, കാരണം ഈ തടിയെല്ലാം താങ്ങണ്ടേ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കോഫി കുടിയും ഫുഡടിയും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജസ്റ്റി മോൻ വന്നേ. നോക്കിയാൽ പുറത്തെ ക്ലൈമറ്റ് നോക്കിയാൽ എന്നാ രസമല്ലേ. അപ്പം ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു, ജസ്റ്റി വീട് ഒഴിച്ച് വേറെ എങ്ങോട്ട് വേണേലും പൊക്കൂ, നല്ല രസം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാമെന്ന്. പക്ഷേ ഈ മഴ സീസണിൽ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന അത്ര സേഫ് ഒന്നുമല്ല. പിന്നെ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിലോ അല്ല, ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും അല്ല പോകുന്നത്. ഇവിടെ എല്ലാവർക്കും മഴ എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ റെയിനി സീസൺ എന്ന് പറയുന്നതേ നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി ഇല്ലെന്നേ, വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് വണ്ടിയിൽ നല്ല മെലഡി സോങ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ നല്ല സുഖമല്ലേ. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമില്ല, ഇപ്പുറത്തിരിക്കുന്നത് ഇഷ്ടം. എന്നാലല്ലേ നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ പുറത്തൂടെ നടന്ന് മഴയൊക്കെ കൊണ്ടപ്പോൾ ജസ്റ്റ് എന്നോട് പറഞ്ഞു, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ. ഞാൻ പറഞ്ഞു അതിനെന്നാ, കാരണം നമ്മൾ ആവശ്യത്തിന് തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞതാണ്. ജസ്റ്റിക്ക് വേണ്ടി ഒരു ചായ കുടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ മോശമല്ലേ, പോയില്ലേ അല്ലേ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, എന്നാൽ പോയി ഒരു ചായ കുടിച്ചേക്കാന്ന് ജസ്റ്റിക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് ഭയങ്കര ചായയുടെ ആളാണേ. എന്ന് വെച്ചാൽ കോഫിയും ജസ്റ്റ് കുടിക്കും, പക്ഷെ നമ്മുടെ ഈ അടിച്ച ചായ ഇല്ലേ ചായക്കടയിൽ കിട്ടുന്നത്, അത് വലിയ ഇഷ്ടമാണ് പുള്ളിക്ക്. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മളുടെ അടുത്ത ലക്ഷ്യം ചായക്കട. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ എനിക്കതിനെ അറിയാൻ പറ്റില്ല. എനിക്ക് ആ മഴയത്തൊക്കെ ഇറങ്ങി നടക്കണമെന്ന് തോന്നി. ഞാൻ നോക്കുമ്പോൾ പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു വൈബൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നാട്ടിൽ മഴയൊക്കെ കഴിയുമ്പോൾ പിള്ളേർ പാടത്തും പറമ്പിലൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിലേക്കാളും നല്ല ക്ലൈമറ്റ് ഇവിടെ ആണെന്ന് തോന്നേ. നാട്ടിൽ മഴ പെയ്താൽ ഒരു ചൂടില്ലേ, ഒരു ആവിയൊക്കെ ഇല്ലേ. ഇവിടെ പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും തണുപ്പുമാണ്. അതുകൊണ്ട് തന്നെ നല്ല സുഖമാണേ. പണ്ടത്തെ ഒരു ക്ലൈമറ്റ് ഇല്ലേ, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റും മൂടി പുതച്ചുറങ്ങാനൊക്കെ സുഖമല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നാട്ടിലെ ക്ലൈമറ്റിന് അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ മൂടി പുതച്ചുറങ്ങാനുള്ളൊരു ക്ലൈമറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ആവി, ഒരു പുഴുങ്ങുന്ന ആവിയാണ് നാട്ടിലല്ലേ. നാട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും മമ്മി പറയും, എൻ്റെ പൊന്നു മക്കളെ മാർച്ച് ഏപ്രിൽ മാസത്തിലൊന്നും നാട്ടിലോട്ട് വന്നേക്കരുതേ, മുടിഞ്ഞ ആവിയാണ്, പുഴുങ്ങുന്ന ആവിയാണ്, നിങ്ങളെ കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റാന്ന് തോന്നുന്നു നല്ലത്. മഴയ്ക്ക് മഴയുണ്ട്, തണുപ്പിന് തണുപ്പുണ്ട്, ചൂടിന് ചൂടുണ്ട്, വെയിലിന് വെയിലും ഉണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്നൊക്കെ മാറി നമ്മൾ ചായ കുടിക്കുന്ന നമ്മുടെ ചായ കേന്ദ്രം സിറ്റി മക്കാനി ലക്ഷ്യമാക്കി പോയി കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പകച്ച് പണ്ടാരടക്കി പോയത്. എന്നാ തിരക്കാന്ന് നിങ്ങളൊന്ന് നോക്കി. എനിക്കൊന്ന് ഈ മഴയൊക്കെ ആയതുകൊണ്ടേ നല്ല മഴയത്ത് തണുത്തിരിക്കുമ്പോൾ ചായ കുടിക്കാൻ, അല്ലെ ചൂട് ചായ കുടിക്കാൻ നല്ല സുഖമല്ലേ, അല്ലെ കാപ്പി കുടിക്കാൻ. അതുകൊണ്ടാന്ന് തോന്നുന്നു മലയാളികൾ മൊത്തം ചായക്കടയിലുണ്ട്. സിറ്റി മക്കാനിയുടെ ആ ഏരിയ അടുക്കാൻ പറ്റില്ല. അവിടെ സിറ്റി മക്കാനി മാത്രമല്ല കേട്ടോ, കുറേ നല്ല ചായക്കടകളുണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ പോകുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് അവിടെ നമ്മുടെ സേഹ, ആ കൂടത്തിൽ നമ്മുടെ സേഹയും കൂടെ കാണിച്ചേക്കാം. അത് സേഹയുടെ ഒരു ഡയാലിസിസ് സെൻ്റർ കേട്ടോ. അങ്ങനെ കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് കുറച്ച് 1-2 പ്രാവശ്യം റൗണ്ടൊക്കെ അടിച്ച് വന്നപ്പോഴത്തേനും നമുക്കും പാർക്കിംഗ് കിട്ടി. ആദ്യമൊന്നും പാർക്കിംഗ് കിട്ടിയില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വണ്ടിയിലാണ് മവാക്കിഫ് വന്ന് ഫൈൻ അടിക്കുന്നത്. അവർ നടന്നു വന്നൊന്നും ഫൈൻ അടിക്കില്ല, അവരുടെ വണ്ടി പാസ് ചെയ്ത് പോകും. അങ്ങനെ പാർക്കിംഗ് എല്ലാം നടന്നാൽ അപ്പോൾ ഫൈൻ അടിക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇട്ട് പറഞ്ഞു ഭയങ്കര റഷ് ആയതുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് ചായ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകാം. ഐ മീൻ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ, അങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ചായ വാങ്ങിച്ചത്. കാരണം ജസ്റ്റിക്ക് മാത്രം മതിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാനും ചേടും ആവശ്യത്തിന് ചായയും കാപ്പിയും ഫുഡും ഒക്കെ കഴിച്ചാന്ന്. അങ്ങനെ പോയപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പരസ്യം ബസ്സിൽ നല്ല രസമില്ലേ കാണാൻ. അത് നമ്മുടെ മലയാളികളുടെ കടയുടെ പരസ്യമൊക്കെ കാണുമ്പോൾ അല്ലേ, നമുക്ക് എന്താ പറയണ്ടേ, ഒരു അഭിമാനം വന്നേ. എന്നെ പോലെ നിങ്ങൾ കൊണ്ടുവന്നേ നമ്മുടെ മലയാളികളുടെ അല്ലെ ഇന്ത്യൻസിൻ്റെ
ഷോപ്സിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ ഒരു അഭിമാനം തോന്നില്ല. എന്താ പറയുക, ഇങ്ങനത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ല അതുപോലെ ബസ്സിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണുക, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ സ്ട്രീറ്റിലൊക്കെ ബോർഡ് കാണത്തില്ലേ, അങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഫീലാണ്. എൻ്റെ സ്വന്തം കട പോലെ എല്ലാവർക്കും ഉള്ളതല്ലേ, നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച്. അങ്ങനെ കരീന കപൂറിനോടും മലബാർ ഗോൾഡിനോടും ഒക്കെ ബൈ ബൈ പറഞ്ഞ് ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ഒരിടത്തോട്ടും ഇല്ല, നമ്മുടെ വീടെടുക്കാറായേ. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വിഷമം. ഞങ്ങൾ ജസ്റ്റ് ഇത്രയും സമയമായതല്ലേ ഉള്ളൂ, ഈവനിങ് ആവുന്നതേ ഉള്ളൂ, നമുക്ക് കുറച്ച് നേരം കൂടെ വണ്ടി ഡ്രൈവ് ചെയ്യാമെന്ന്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞു തള്ളയ്ക്കും മോനും എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിൽ കയറണമെന്ന് ഒരാഗ്രഹം ഇല്ലെന്ന്. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹത്തിന് പുള്ളി എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ മഴവെള്ളത്തിനകത്തൂടെ വണ്ടി ഇങ്ങനെ സ്പീഡിൽ പറപ്പിച്ചുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. ആരുടെയും ദേഹത്ത് വെള്ളവും ചെളിയൊന്നും തെറിപ്പിച്ചൊന്നുമില്ല, ആൾക്കാരൊന്നും ഇവിടെ ഇല്ലല്ലോ. പക്ഷെ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എന്താ ഒരു ഫീലെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നതാന്നേ. നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനല്ലേ ദൈവം നമുക്കൊരു ലൈഫ് വെക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് എന്തോ ആവാമല്ലോ, നിങ്ങൾക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാൽ പോരെ, ടെൻഷനൊന്നും ഇല്ലല്ലോ എന്ന്. എൻ്റെ പൊന്നുമക്കളെ, ഞങ്ങളുടെ അത്രയും ടെൻഷൻ അനുഭവിക്കുന്ന മനുഷ്യർ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവും. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലല്ലേ ഓരോ ടെൻഷനുകളും പ്രശ്നങ്ങളും അല്ലേ. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങാടിക്കാട് പള്ളിക്കത്തോടുള്ളവരോട് ചോദിച്ചാൽ മതി, എന്തുമാത്രം ടെൻഷനോടെ പോകുന്ന മക്കളാണ് ഞങ്ങളെന്ന്. പക്ഷെ അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും. ജീവിതം ഒന്നേ ഉള്ളൂ, അത് കരഞ്ഞു തീർക്കാനുള്ളതല്ല, ആസ്വദിക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ശരിയെന്ന് പോയിച്ചു വരാം.